ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ നോക്കുന്നത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ചാബഹാർ പോർട്ടിലേക്കുള്ള സാങ്ഷൻസ്, അമേരിക്കയുടെ H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചാർജ് ഉയർത്തിയിട്ടുണ്ട്. വിസ ഫീസ് ഇതിനു മുമ്പ് 1000 മുതൽ $5000 ആയിരുന്നു. അതിപ്പോൾ ഏതാണ്ട് $1,00,000 ഉയർത്തിയിരിക്കുകയാണ് പെർ ഇയർ. അപ്പോൾ അതുപോലെ തന്നെ എസ്റ്റോണിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, എസ്റ്റോണിയ റഷ്യയുമായിട്ട് ചെറിയൊരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് പോളണ്ടിനെ തുടർന്ന്. നമ്മൾ ഈ ചബഹാർ പോർട്ടിനെ കുറിച്ച് ഇന്നലെ തന്നെ ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം എടുക്കുന്നത്. കാരണം നമുക്ക് സാങ്ഷൻസ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ മാസം എൻഡോടുകൂടി ഒരു സാങ്ഷൻ വരികയാണ്. അപ്പോൾ അതിൽ ഇന്ത്യ എന്താണ് അതിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചെറിയൊരു സൂചനയെങ്കിലും നമുക്ക് കിട്ടാതെ നമ്മൾ വെറുതെ വന്നിരുന്നിട്ട് നമുക്ക് തോന്നിയത് പറയുന്ന ഒരു ചാനലല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഡിക്ഷൻസ് നമ്മൾ പറയാറില്ല, ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏത് വിഷയം വന്നാലും നമ്മൾ കുറച്ച് ടൈം എടുത്ത് അതിലേക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് എസ്റ്റോണിയയിൽ തുടങ്ങാം. എസ്റ്റോണിയയിൽ ഞാൻ ഇതാ മാപ്പിൽ കാണിക്കുന്ന ഈ സ്ഥലമാണ് എസ്റ്റോണിയ റഷ്യയുടെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന സ്ഥലമാണ്. ഫിൻലാൻഡ്, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ ഇങ്ങനെ തുടർച്ചയായിട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. ബാൾട്ടിക് റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളാണ്. ഇതെല്ലാം തന്നെ റഷ്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. ബെലാറസുമായിട്ടൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ശരിക്കും ഇപ്പം എസ്റ്റോണിയയുടെ ക്ലെയിം എന്താണെന്ന് പറഞ്ഞാൽ റഷ്യയുടെ 3 ഫൈറ്റർ ജെറ്റുകൾ എസ്റ്റോണിയയുടെ ബോർഡർ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് വന്നു. മീൻസ് ബോർഡർ ബ്രീച്ച് ചെയ്ത് എസ്റ്റോണിയയുടെ ഉള്ളിലേക്ക് കടന്നു വന്നു എന്നാണ് എസ്റ്റോണിയ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് പറയുന്നത് എസ്റ്റോണിയയെ റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നു എന്ന മട്ടിലാണ് വാർത്തകളൊക്കെ യൂറോപ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. റഷ്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബോർഡർ ബ്രീച്ച് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫാക്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാപ്പ് സഹിതം നമ്മൾ കാണിക്കാം. അതായിരിക്കും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു മാപ്പ് നോക്കിക്കോളൂ. റഷ്യയുടെ മിഗ് കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ് ബോർഡർ ബ്രീച്ച് ചെയ്ത് എസ്റ്റോണിയയിൽ എത്തിയതായിട്ട് ആരോപണം. അപ്പോൾ ഇതിനകത്ത് ഈ റെഡ് ലൈനാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എസ്റ്റോണിയ ഇവിടെ താഴെ കിടപ്പുണ്ട് ഇടത്തെ സൈഡിൽ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യ കാണാം. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് കടലാണ്. അപ്പോൾ ഈ കടലിൻ്റെ മീത് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ 60 മുതൽ 70 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ എസ്റ്റോണിയയുടെ ബോർഡർ എന്ന് അവകാശപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കടൽ തീരത്ത് ആ മിഡിലൂടെ പറന്നുപോയ മിഗ് വിമാനം, അപ്പോൾ അതിനെയാണ് ഇവർ ബോർഡർ ബ്രീച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. ഏതാണ്ട് 12 മിനിറ്റോളം മിഗ് വിമാനം, റഷ്യയുടെ മിഗ് വിമാനങ്ങൾ 3 വിമാനങ്ങൾ എസ്റ്റോണിയയുടെ ബോർഡറിന്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നു എന്നാണ് എസ്റ്റോണിയ പറഞ്ഞു വെക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമാണ്. പക്ഷേ ഇതിനെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പോളണ്ട് മാത്രമല്ല പല രാജ്യങ്ങളും ഇപ്പോൾ റഷ്യക്കെതിരെ ആ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ കാണിക്കുകയാണ്. അതായത് റഷ്യയെ പേടിക്കണം, റഷ്യ യൂറോപ്പിലെ പല രാജ്യങ്ങളെയും ഉന്നം വെക്കുന്നു, ലക്ഷ്യം വെക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് പ്രൊപ്പഗൻഡയോടുകൂടി വാർത്തകൾ മെനയുന്ന കണക്കാണ്. ഈ മിഗ് വിമാനങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് ഇറ്റലിയിൽ നിന്നും F-35 ഫൈറ്റർ ജെറ്റ് കൊണ്ടുവന്ന് അതിനെ ചെറുത്ത് തോൽപ്പിച്ചതായിട്ടാണ് വാർത്തകൾ പറയുന്നത്. F-35ന്റെ മൈലേജ് കൂട്ടാനുള്ള പരിപാടിയാണോ നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതിന്റെ ഫാക്ട് എന്താണെന്നുള്ളത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. മാപ്പ് സഹിതം ഞാൻ കാണിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും റഷ്യ എസ്റ്റോണിയയെ ആക്രമിച്ചതായിട്ട് എവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതാണ് ഫാക്ട്. ഇനിയിപ്പോൾ ട്രംപിന്റെ അടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള, നമ്മളിപ്പം ഫോറിൻ വിസ എന്ന് പറഞ്ഞാൽ അത് പർച്ചേസ് കാറ്റഗറി വെച്ചാൽ മതി. ഒരു വിസ വാങ്ങാൻ ഇപ്പം ഒരു വർഷം $1,00,000 മുടക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. ഒരു H1B വിസ അമേരിക്കയിൽ നിന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ $1,00,000 മുടക്കണം. അത് ലിറ്ററലി 90 ലക്ഷം അഥവാ 87 ലക്ഷം ഇന്ത്യൻ മണി മുടക്കണം. ആരാണിത് മുടക്കി വിസ എടുക്കാൻ പോകുന്നത്? ഇനി ഇതിൻ്റെ റിയാലിറ്റി നോക്കാം. ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് തൊട്ടേ ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ പോയി പണിയെടുക്കണം എന്നുള്ളത് പല താല്പര്യങ്ങൾ IT സെക്ടറിലുള്ള ആൾക്കാർക്ക് പലർക്കും താല്പര്യമുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് അമേരിക്കയുടെ കമേഴ്ഷ്യൽ സെക്രട്ടറി ഹവാർഡ് ലുട്നിക്, പുള്ളിയും ട്രംപും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത്. രാവിലെ തന്നെ വളരെ ഹോട്ട് ടോപ്പിക് ആയിട്ട് ഇത് വളരെയധികം ഗ്ലോബൽ മീഡിയ ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിനകത്ത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു തീരുമാനം ഷോർട്ട് ടേമിൽ ഇന്ത്യയെ അഫക്റ്റ് ചെയ്യും, പക്ഷേ ലോങ് ടേമിൽ അമേരിക്ക അഫക്റ്റ് ചെയ്യും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടാരിഫ് യുദ്ധം, നിലവിലെ ഈ ഒരു ഡിപ്ലോമസി, ഇതെല്ലാം തന്നെ നമ്മളൊന്ന് വിലയിരുത്തണം എന്ന് പറഞ്ഞാൽ 10 കോടി ഫാർമേഴ്സ്, ഇന്ത്യയുടെ കൃഷിക്കാരുടെ എണ്ണമാണ് 10 കോടി. ഈ ഇന്ത്യയുടെ 10 കോടി കർഷകരുടെ വയറ്റിപ്പഴപ്പിനുള്ള കാര്യമാണ്. അതായത് ഈ കർഷകരുടെ ഈ തൊഴിലിനെ ഇല്ലായ്മ ചെയ്യാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഒരു സൈഡിൽ. ഒരു സൈഡിൽ പുള്ളി IT വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക്, ഈ H1B വിസ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു 1,00,000 എന്ന് പറഞ്ഞ എമൗണ്ട്, ഭീമമായ തുക ചുമത്തിയിരിക്കുന്നത്. ഇതും ഒരു തരത്തിലുള്ള ടാക്സ് എന്ന് തന്നെ വിളിക്കാം. അമേരിക്കയിൽ ഇത് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ല ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പോളിസി നടപ്പിലാക്കുന്നത് അവരുടെ സ്വദേശവൽക്കരണം, അമേരിക്കയുടെ ഉള്ളിലുള്ള അമേരിക്കൻസിന് ജോലി കിട്ടണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്നാണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 70% ഇന്ത്യക്കാരാണ് ഈ ഒരു H1 വിസ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഡേറ്റ പ്രൂഫ് സഹിതം ഞാനിവിടെ കാണിക്കാം. ഒരു ഇമേജ് നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരു ബ്ലൂ കളർ ചാർട്ട് കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് 72.6% ഇന്ത്യക്കാരാണ് H1B വിസ ഹോൾഡ് ചെയ്യുന്നത്. അത് ഏതാണ്ട് 3,20,791 പേർ.
അതാണ് കണക്ക്. ചൈന രണ്ടാമത്തെ കാറ്റഗറിയിൽ 12.5%, 55,000 പേര്, ഏതാണ്ട് 55,038 പേര്. കാനഡ വെറും 1%, വെറും 4,200 ചില്ലുവാനം പേര്. സൗത്ത് കൊറിയ 0.9%, അതും ആൾമോസ്റ്റ് 4,091 പേര്. ഫിലിപ്പൈൻസ് 0.8%, അത് ഏതാണ്ട് 3,500 പേര്. ഇതാണ് വിസയുടെ ഒരു നിരക്ക്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ 72% ആയിട്ടുള്ള ഇന്ത്യക്കാരുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 32 മുതൽ 35% മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാർ ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഇതാരും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ഇപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു 70% IT, അതായത് ഭീമമായ തുക ശമ്പളം മേടിക്കുന്ന ഈ ഒരു IT-കാർ ഇന്ത്യയിലേക്ക് മടങ്ങാൻ പോവാണ് എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഇന്ത്യയിലേക്ക് വന്നോട്ടെ. 10 കോടി കർഷകർക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്ത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഇറക്കി ഇന്ത്യൻ കാർഷിക വിപണിയെ തകർക്കണോ, അല്ലെങ്കിൽ ഈ 3,20,000 പേര് ഇന്ത്യയിലേക്ക് മടങ്ങണോ? നിങ്ങൾക്ക് ഏതാണ് നമുക്ക് വേണ്ടത്? അത് ഗവൺമെന്റിന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. അത് ഗവൺമെന്റ് ആ നടപടി കൃത്യമായിട്ട് സ്വീകരിച്ചോളും. ഈ H1B വിസയുടെ ഫീയുമായിട്ട് ബന്ധപ്പെട്ട് ഒഫീഷ്യലി ഇന്ത്യ ഈ ഫീയുടെ പ്രൈസുമായിട്ട് ഒരു പക്ഷേ നെഗോസിയേഷൻ ചെയ്തേക്കാം. പക്ഷേ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ഇടപെടത്തില്ല. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ല ഇവരാരും. ഇവരെല്ലാം തന്നെ പല പല ഭീമമായിട്ടുള്ള പ്രൈവറ്റ് കമ്പനികളിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. യെസ്, ജോലി സാധ്യത, ജോബ് ഓപ്പർച്യൂണിറ്റി, അത് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഒരു പൗരന്റെ അവകാശമാണ്. അപ്പോൾ പുറത്ത് ജോലി എടുക്കുന്ന ആൾക്കാർ അവർ ജോലി അന്വേഷിച്ച് പോയ ആൾക്കാർ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അവർക്ക് ഒരു രീതിയിലുള്ള ഡിസ്റെസ്പെക്റ്റും നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ അമേരിക്ക എടുക്കുന്ന നിലപാടിനോട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ സാഹചര്യം, അമേരിക്ക എന്ന് പറഞ്ഞ ഭീമമായ ആ ഒരു അഗ്രികൾച്ചർ മേഖല, മാസ് പ്രൊഡക്ഷൻ, ആ മാസ് പ്രൊഡക്ഷൻ വളരെ ചീപ്പ് കോസ്റ്റിൽ ഇന്ത്യക്കുള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക പറയുന്ന കണ്ടീഷൻസിനെല്ലാം നമ്മൾ ഓക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ഇതാണ് അവസ്ഥ. അതായത് അമേരിക്കയുടെ സ്വഭാവം നമ്മൾ ഇപ്പോഴേ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏത് അറ്റം വരെ അമേരിക്ക പോകും. കാരണം നമ്മൾ മുന്നോട്ട് ഒരുപാട് വളരേണ്ട രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ കോംപ്രമൈസ്, ഈ 3,20,000 പേരെ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഹെസിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കാർഷിക മേഖല, അതായത് 10 കോടി ഫാർമേഴ്സിനെ അടിയറവ് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 കോടി ഫാർമേഴ്സും കേരളത്തിലുള്ള ആൾക്കാരല്ല, കൃത്യമായി ഉത്തരേന്ത്യയിലുള്ള വെറും പാവങ്ങളാണ്. UP, ബീഹാർ, മധ്യപ്രദേശ് ഇതേപോലത്തെ ആ ഒരു മിഡിൽ പോർഷനിൽ കിടക്കുന്ന ആൾക്കാരാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്ക് അറിയാം ഈ ഒരു വിസ റിവോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇന്ത്യക്കുള്ളിൽ വരും. അത് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഏത് വിധേനയും അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നയം. ആ നയമാണ് അവർ പിന്തുടരുന്നത്. ഇനിയിപ്പം IT കമ്പനികളുടെ കാര്യം നമുക്ക് നോക്കാം. IT കമ്പനികളുടെ കാര്യത്തിൽ 2 വിഷയങ്ങളാണ് ഇപ്പം ട്രംപ് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന്, ഓഫ് ഷോർ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത്, അതായത് ഓഫ് ഷോർ വർക്ക്, ഫോർ എക്സാമ്പിൾ ആമസോൺ ഉൾപ്പെടെ, TCS ഉൾപ്പെടെയുള്ള, വിപ്രോ ഉൾപ്പെടെ പല കമ്പനികളുണ്ട് അവിടെ, ഇൻഫോസിസ് ഉൾപ്പെടെയുണ്ട്. ഈ കമ്പനികളെല്ലാം തന്നെ കോൺട്രാക്റ്റിന് വർക്ക് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് എമൗണ്ടിന് സമാനമായ 25% തുക ഗവൺമെന്റിന് കെട്ടിവെക്കണം. അത് വർക്കിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ രീതിയിലുള്ള ജോലികൾ കൂടുതൽ പ്രൊമോട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ നിന്നും. ട്രംപ് ഇപ്പോൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോങ് റണ്ണിൽ അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യക്കുള്ളിൽ പെർമിഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു താരിഫ് ആയിരിക്കും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാൻ പോകുന്നത്. നമുക്കിട്ട് പണി തരാം എന്ന് തന്നെയാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനും നമ്മൾ മുട്ടുമടക്കാൻ പാടില്ല. കാരണം ഇന്ന് നമ്മൾ 3,20,000 പേർക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നെങ്കിൽ നാളെ ഒരു 10 വർഷം കഴിഞ്ഞ് ഇതേപോലെ റിപ്പബ്ലിക്കൻ പാർട്ടി വരികയാണ്. അപ്പോഴത്തേക്ക് അവർ വീണ്ടും ഇതേപോലെ അജണ്ട എടുത്ത് ഇന്ത്യക്കെതിരെ നെഗോസിയേഷൻ ചെയ്യാൻ ഉപയോഗിക്കും. അപ്പൊ ഇന്ന് നമ്മൾ കൊടുക്കുന്ന തിരിച്ചടി, ഇന്ന് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്, ആ ഒരു പൊസിഷൻ അവർക്ക് മനസ്സിലാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ നമ്മുടെ തലമുറകളെ ബാധിക്കുന്ന നെഗോസിയേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചില മോണിറ്റർ സെറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. ആ മെഷർമെന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ന് പലരും വിളിച്ചു പറയുന്ന പോലെ നമുക്ക് ഉടനെ പോയി ട്രംപിനെ ചെന്ന് കാല് പിടിച്ച്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോയിട്ട് ട്രംപിന്റെ കാലിൽ വീണിട്ട് എങ്ങനെയെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് ഈ 3,20,000 പേരെയും അവിടെ അമേരിക്കയിൽ തന്നെ പണിയെടുപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലത്തെ ചീപ്പ് പരിപാടി ലോകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. മറ്റൊരു രാജ്യങ്ങൾ നമ്മളെ ഒരു വിലയും വെക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലരും അമേരിക്കയുടെ ഡോളറിന് വേണ്ടിയിട്ട് ഓടി ചെന്ന് അമേരിക്കയുടെ കാല് പിടിക്കണമെന്നൊക്കെ പറയും. അതൊട്ടും ശരിയായ കാര്യമല്ല. ഇന്ത്യ ഇവിടെ ഒറ്റപ്പെട്ടിട്ടില്ല. ഇന്ത്യ ഈസ് നോട്ട് ഐസൊലേറ്റഡ് എനിമോർ. ഇന്ത്യ മൾട്ടിപോളർ ഡിപ്ലോമസിയാണ് കൊണ്ടുപോകുന്നത്. ഇന്ത്യയുമായിട്ട് ഒരു രാജ്യങ്ങളും അകന്നു പോയിട്ടില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് നമുക്ക് മാർക്കറ്റ്, അതുപോലെ നമുക്ക് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുണ്ട് മാർക്കറ്റ്, നമുക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട് മാർക്കറ്റ്, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്. ഈ ലോകത്ത് മെജോറിറ്റി രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഗിമിക്കുകളൊക്കെ കണ്ട് പേടിച്ചുകൊണ്ട് പോയി അമേരിക്കയുടെ കാലിൽ വീഴേണ്ട ആവശ്യമില്ല. ഇത് ഇന്ത്യയുടെ ഉറച്ച നിലപാടാണ്. അതായത് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായല്ലോ. 3,20,000 ഇന്ത്യക്കാരുടെ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ. കാരണം ഒരു 8-10 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ ഈ 3,20,000 നിൽക്കില്ല കണക്ക്.
അതുകൊണ്ട് ഇപ്പം തന്നെ ഈ ഒരു ലേണിംഗ് നമുക്ക് കിട്ടുന്നത് വളരെ നല്ലതാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രേറ്റ് പാത്തിലൂടെ മുന്നോട്ട് പോകാന്നുള്ളത്. ഇന്ത്യയുടെ ഗ്രോത്ത് ഇതുവരെ സ്ലോ ആണ്, സ്റ്റഡി ആണ്, സ്റ്റേബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ വിസ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനി CTS സൊല്യൂഷൻസ് US കോർപ്പ്. ഈ കമ്പനി 90,000 വിസ ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 90,000 വിസ, H1B വിസ. ഗൂഗിൾ ഏതാണ്ട് 51,000 വിസ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ 51,000 വിസ. ഇൻഫോസിസ് 39,000 H1B വിസ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടാറ്റ കൺസൾട്ടൻസി TCS ഏതാണ്ട് 32,000 വിസ ഹോൾഡ് ചെയ്യുന്നുണ്ട്, H1B വിസ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ തുടരെ കമ്പനികളുടെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്പനികളൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിസയ്ക്ക് $1,00,000 വെച്ച് പേ ചെയ്യാൻ പോകുന്നത്? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഇവരെ നാട്ടിലേക്ക് അയക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ കമ്പനികളെല്ലാം കൂടി ചേർന്നിട്ട് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ പോയി ട്രംപിനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. ഈ വിസ 21-ാം തീയതി മുതൽ വാലിഡ് അല്ല എന്നുള്ളതാണ്. അതാണ് അവിടെ പ്രസക്തി. ഈ വിസ 21-ാം തീയതി മുതൽ വാലിഡ് അല്ല. കാരണം ഓൾറെഡി ഇഷ്യൂ ചെയ്യപ്പെട്ട വിസയാണെങ്കിൽ അമേരിക്കയുടെ ഉള്ളിൽ എൻട്രി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ $1,00,000 നിങ്ങൾ അവിടെ പേ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ പുതിയ വിസ അവിടെ എൻട്രി ഇട്ട് നിങ്ങൾക്ക് വാലിഡ് ആക്കാൻ കഴിയുള്ളൂ. അമേരിക്കയുടെ ഉള്ളിൽ H1B വിസയിൽ ഇപ്പോൾ ഇതുവരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വിസ എല്ലാം തന്നെ 21 സെപ്റ്റംബറോട് കൂടി ഇൻവാലിഡ് ആവുകയാണ്. 21-ാം തീയതിയോടുകൂടി ഈ വിസകൾക്കെല്ലാം തന്നെ പൈസ അടയ്ക്കണം. അത് കമ്പനി അടയ്ക്കണം. പക്ഷേ കമ്പനി ഒരുപക്ഷെ കമ്പനിയായിട്ട് പേ ചെയ്യും, ഇല്ലെങ്കിൽ ഇവരുടെ പേ റോളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ റോൾ പ്ലേ ചെയ്യുന്ന ആൾക്കാരെ മാത്രം അവർ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ നിർത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും മിനിമം 100 ബില്യൺ ആണ് ഇതിൽ നിന്ന് എയിം ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ കമ്പനി കയറ്റി അയക്കും. കാരണം ഞാൻ വിസയുടെ നമ്പർ പറഞ്ഞല്ലോ, വലിയ ഭീമമായിട്ടുള്ള കമ്പനികൾക്ക് പോലും ഇത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കയറ്റി അയക്കും. അതായത് ഇപ്പോൾ ഇതിനകത്ത് അമേരിക്കയിൽ പോയി പണിയെടുക്കുന്ന ഒരു വ്യക്തി വെച്ചു, ആമസോൺ പോലത്തെ കമ്പനികൾ, ആപ്പിൾ പോലത്തെ കമ്പനികളൊക്കെയാണ് നല്ല പേ കൊടുക്കുന്നത്. ആപ്പിളൊക്കെ ആണെങ്കിൽ ഒരു വർഷം $2,00,000 ആണ് വരുമാനം. ഒരു വർഷം $2,00,000. അതിന് നല്ല ചിലവ് അവിടെ തന്നെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതേസമയം ആമസോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു $1,50,000 പെർ ഇയർ ഡോളർ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉൾപ്പെടെയാണ്, മൊത്തത്തിലുള്ള ഗ്രോസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പം എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഈ $1,00,000 വാങ്ങി ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് ഈ ഫീസ് പേ ചെയ്യുക എന്നുള്ളത് സാധ്യമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. $50,000 വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും പെർ ഇയർ. അതായത് ഒരു ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന ആളിനേക്കാളും താഴെക്കടയിലേക്ക് പോകും. അതായത് IT ജോലിക്കാരന്റെ അവസ്ഥ അമേരിക്കയിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് എംപ്ലോയർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എംപ്ലോയിക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു മണ്ടത്തരമായിട്ടുള്ള ഒരു നിയമമാണ് ട്രംപ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, പൈസയുടെ ആക്രാന്തം കൊണ്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അമേരിക്ക തകർച്ചയുടെ വക്കിലാണ്. ഇതുപോലത്തെ ബക്കറ്റ് പിരിവുകൾ നടത്തിക്കൊണ്ട് മാത്രമേ അമേരിക്കയ്ക്ക് ഇനി മുന്നോട്ട് ചലിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഈ ബക്കറ്റ് പിരിവ് നടത്താൻ വേണ്ടിയിട്ടാണ് ട്രംപ് അവിടെ ഇരിക്കുന്നത്. ഈ സാലറി സ്കെയിലിന്റെ ലിസ്റ്റും കൂടി ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകും. അപ്പം ഞാൻ വാർത്തകൾ അതിലൂടെ തന്നെ പറഞ്ഞു പോവാം. ഇന്ത്യയുടെ പൊസിഷൻ വളരെ ശരിയാണ്. ഒരു സൈഡിൽ 10 കോടി കർഷകർ ആ മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി നിൽക്കുന്ന അമേരിക്ക, മറ്റൊരു സൈഡിൽ 3,20,000 IT ഉദ്യോഗസ്ഥർ. അപ്പൊ ഇന്ത്യ എവിടെ നിൽക്കണം? ഓക്കെ, ഇതൊരു ക്രൂഷ്യൽ മൊമെന്റ് ആണ്. പക്ഷേ ഇന്ത്യ ഇതിനെ തരണം ചെയ്യും. ഇന്ത്യ ഇതും കടന്ന് മുന്നോട്ട് വരും. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടേത് ഇതൊരു ഷോർട്ട് ടേം പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയാണ്. ഇതിൽ നിന്നും ഒരുപാട് കമ്പനികൾ ഇവിടുന്ന് അവരുടെ ആസ്ഥാനങ്ങൾ മാറ്റി പാർപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ ഗൂഗിൾ പോലത്തെ കമ്പനികൾക്കൊക്കെ, ആമസോൺ പോലത്തെ കമ്പനികൾക്കൊക്കെ തന്നെ അയർലാൻഡിൽ അവരുടെ ഓഫീസുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് അയർലാൻഡിൽ നിന്നാണ്. അതിൻ്റെ സെക്കൻഡറി ഓഫീസായിട്ട് സിംഗപ്പൂറുണ്ട്. അപ്പോൾ ഇതേപോലെ അമേരിക്കയുടെ ഉള്ളിലുള്ള സ്ഥാപനങ്ങൾ മാറ്റി പാർപ്പിക്കപ്പെടും. ഈ ഒരു പ്രഷർ അധികം നാൾ നീണ്ടു നിന്നാൽ, കാരണം അവർക്ക് എംപ്ലോയി ഇല്ലാതെ പണിയെടുക്കാൻ പറ്റില്ല. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിലുള്ള ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ പോലെ പോയി ഇങ്ങനെ പണിയെടുക്കുന്ന ഹാർഡ് വർക്കിംഗ് ടീംസ് അല്ല അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഏറ്റവും കൂടുതൽ ഈ ഫെന്റനൈൽ, ആ മരുന്ന്, ഞങ്ങളുടെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഈ കമ്പനികൾ അധിക ചെലവ് ഏറ്റെടുത്തുകൊണ്ട് അമേരിക്കൻ യങ്സ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യണം. ഇപ്പോൾ ഇതുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ കമ്പനികൾ ഏറ്റെടുക്കുന്ന വർക്കുകളെല്ലാം തന്നെ സ്ലോ ചെയ്യപ്പെടും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ IT കമ്പനികളുടെ ഗ്രോത്ത് കുറയും. ഇപ്പം തന്നെ അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് കൂപ്പുകുത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് രാവിലത്തെ ഈ ഒരു $1,00,000 H1B വിസയ്ക്ക് മേളിൽ ട്രംപ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുകയാണ്, പ്രത്യേകിച്ച് IT ഫീൽഡ്. അപ്പോൾ ഇത് തുടർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് നമ്മളിനി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരെ ചാബഹാർ പോർട്ടിലേക്ക് വരാം. ഈ ചാബഹാർ പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏറ്റവും ക്ലോസസ്റ്റ് പ്രോക്സിമിറ്റിയിലുള്ള ഒരു പോർട്ടാണ് ചാബഹാർ പോർട്ട്. ഇന്ത്യക്കും മുംബൈ മുദ്ര പോർട്ട് ആയിക്കോട്ടെ, ഗുജറാത്തിലെ പോർട്ട് ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള ഒരു ആക്സസ് ആണ് ഈ ഒരു പോർട്ട്, ചാബഹാർ പോർട്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ മാസം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമേരിക്കയുടെ 50% താരിഫിനിടയിലും ഇന്ത്യ എക്സ്പോർട്ടിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അമേരിക്കയെ ചെറുതായിട്ടല്ല ചൊടിപ്പിച്ചത്. കാരണം വേറെ ഒന്നല്ല, അമേരിക്കയുടെ താരിഫ് 50% ഇട്ടിട്ടും ഇന്ത്യ നേട്ടം കൊയ്യുന്നു. ഈ അസൂയ
ഈ ജലസാണ് ശരിക്കും ഈ ഒരു പോർട്ടിലേക്ക് പോയി നിന്നത്. ഇതിന് മുമ്പ് ഇരുന്ന ജോ ബൈഡന്റെ ഭരണകൂടം, ജോ ബൈഡൻ ഇറങ്ങി പോകുന്നതിന് 1 മാസത്തിന് മുമ്പാണ് ഇറാന്റെ മേളിൽ സാങ്ഷൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സാങ്ഷൻസ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി അവിടെ ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ. ഈ ചാബഹാർ പോർട്ടിന് മാത്രം ഒരു വേവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു എക്സ്ക്ലൂഷൻ, അതായത് ഈ ചാബഹാർ പോർട്ട് ഈ സാങ്ഷനിൽ ഉൾപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വേവറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫേവർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഫേവറാണ് ഇപ്പോൾ ട്രംപ് എടുത്ത് മാറ്റിയത്. ഈ ട്രംപ് എടുത്ത് മാറ്റിയത് കൊണ്ട് ഇന്ത്യ ചാബഹാർ പോർട്ടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. $340 ബില്യൺ നമ്മൾ മുടക്കിയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് അഫ്ഗാനിസ്ഥാനിലും ഏതാണ്ട് 300 മില്യണോളം നമ്മൾ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അമേരിക്ക ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് പൊടിയും തട്ടി കാലിയാക്കി പോയി. നമ്മളാണ് അഫ്ഗാനിസ്ഥാനുള്ളിൽ പല സ്കൂളുകൾ പണിതത്, അഫ്ഗാനിസ്ഥാനിൽ ഡാം പണിതത്, അവരുടെ പാർലമെന്റ് മന്ദിരം വരെ നമ്മളാണ് പണിതത്. ഈ രീതിയിലുള്ള എക്സ്പെൻസസ് ഒക്കെ നമ്മൾ മുടക്കിയിട്ടുണ്ട്. നമുക്ക് ആകെ കൂടെ അഫ്ഗാനിസ്ഥാൻ അഥവാ സെൻട്രൽ ഏഷ്യയിലേക്ക് കിട്ടുന്ന ഒരു ആക്സസ് ആണ് ഈ ചാബഹാർ പോർട്ട്. സിസ്താൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ വഴിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ആക്സസ് റൂട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിലുപരിയായിട്ട് ട്രെയിൻ റൂട്ട് നമ്മൾ അതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് മാർഗ്ഗങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇറാൻ ത്രൂ, അസർബൈജാൻ ത്രൂ റഷ്യ, അതിലേക്ക് നമ്മൾ റൂട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ തുർക്ക്മെനിസ്ഥാൻ ത്രൂ യൂറോപ്പ് കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ആ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും ഈ ഒരു കോറിഡോറാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ ഒരു ആവശ്യമേ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഇഗ്നോർ ചെയ്ത് തള്ളിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ എക്സ് ഫോറിൻ മിനിസ്റ്റർ സുഷമ സ്വരാജിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ വെക്കാം. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്താണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ ചാബഹാർ പോർട്ടിനെ കുറിച്ച് അവരുടെ നിലപാട് എന്താണ്. അവരുടെ നിലപാടല്ല, ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. बहुत साफ कहना है कि हम यूएन सैंक्शंस को मानते हैं, कंट्री स्पेसिफिक सैंक्शंस को नहीं मानते. पिछली बार भी जब अमेरिका ने सैंक्शंस ईरान पे लगाई थी तो हमारा व्यापार उनसे चलता रहा. അൺലെസ് യുഎന്റെ സൈഡിൽ നിന്നും ഇറാന്റെ മേളിൽ ഒരു സാങ്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യ ഫോളോ ചെയ്യൂ. അമേരിക്കയുടെ സാങ്ഷൻസ് ഇറാന്റെ മേളിൽ ഉണ്ടെങ്കിൽ ഇന്ത്യ ഫോളോ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണ് ഇന്ത്യയുടേത്. പലരും ചരിത്രബോധമില്ലാതെ ഇറാന്റെ പോർട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തള്ളും. അതൊന്നും ആരുടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യ ആ പോർട്ട് ആക്സസ് ചെയ്യും. ചാബഹാർ പോർട്ട് ഇന്ത്യ ആക്സസ് ചെയ്തിരിക്കും. അതായത് യുഎനിൽ ഇന്നലെ ഇറാനെതിരെ വീണ്ടും സാങ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും തകൃതിയായിട്ട് മുന്നോട്ട് നീക്കിയതാണ്. സൗത്ത് കൊറിയയാണ് ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. കാരണം ഇറാൻ നോർത്ത് കൊറിയയുമായിട്ട് സഹകരിക്കുന്ന രാജ്യമാണല്ലോ. അപ്പോൾ സൗത്ത് കൊറിയ US-ന്റെ പണിയാണ്. US ആണ് സൗത്ത് കൊറിയയെ വെച്ചിട്ട് ഈ ഒരു റെഫറൻഡം മുന്നോട്ട് വെച്ചത്. പക്ഷെ അവിടെ 2 രാജ്യങ്ങളുണ്ട്, വീറ്റോ പവറുള്ള 2 രാജ്യങ്ങൾ. ഒന്ന് റഷ്യ, മറ്റൊന്ന് ചൈന. അവർ രണ്ടുപേരും ഇതിനെ വീറ്റോ ചെയ്ത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇറാന്റെ മേളിൽ യുഎന്റെ സൈഡിൽ നിന്നും സാങ്ഷൻസ് ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചൈനയും റഷ്യയും ഇതിനെ വീറ്റോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് യുഎന്റെ സൈഡിൽ നിന്നും ഇറാൻ ഒരു സാങ്ഷൻസ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് യുഎന്റെ സാങ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറാനുമായിട്ട് ഇന്ത്യ ചാബഹാർ പോർട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇന്ത്യക്ക് എക്സ്ക്യൂസ് ഉണ്ട്, ഇന്ത്യക്ക് റീസൺ ഉണ്ട്. കാരണം ഇന്ത്യക്ക് ആ സൈഡിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ആകെ കൂടിയുള്ള ഒരേ പോയിന്റ് ആണത്. ആ പോയിന്റിൽ സാങ്ഷൻ കൊണ്ടുവന്നിട്ട് അവിടെ ചിരിച്ച് നെളിഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഇന്ത്യ കർശനമായ നടപടിയെടുക്കും. ഇന്ത്യയുടെ കയ്യിൽ ഒരുപാട് ഡിപ്ലോമാറ്റിക് ടൂൾസ് ഉണ്ട്. ആ ടൂൾ എല്ലാം തന്നെ ഇന്ത്യ ഉപയോഗിക്കും, അത് ഉറപ്പാണ്. അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ചാബഹാർ പോർട്ടുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ തീരുമാനം ഇതാണ്. തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാബഹാർ പോർട്ടിൽ നിന്നും ബാക്ക് ഔട്ട് അടിക്കില്ല, അതാണ് തീരുമാനം. ആ വിഷയത്തിൽ മറിച്ചൊരു അഭിപ്രായം ഇന്ത്യൻ ഗവൺമെന്റിന് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ സാങ്ഷൻസ് എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിപ്ലോമസി ടൂൾ വെച്ചിട്ട് നമ്മൾ ചേർക്കും. അതിപ്പോൾ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ട് അമേരിക്ക പല രാജ്യങ്ങൾക്കും പല രീതിയിലുള്ള തടസ്സങ്ങൾ, ഈ പോർട്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന, ഈ പോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന, ഈ പോർട്ടിൽ ചെന്ന് ഡോക്ക് ചെയ്യുന്ന മറ്റുള്ള രാജ്യങ്ങളുടെ വെസലുകൾക്ക് അവർ സാങ്ഷൻ കൊണ്ടുവരും. അത് എങ്ങനെ സാങ്ഷൻ കൊണ്ടുവരുന്നത്? അവരെ മറ്റുള്ള രാജ്യത്തേക്ക് പോരുന്നല്ല, അമേരിക്കൻ പോർട്ടിലേക്ക് പോകാനോ അമേരിക്കയുമായിട്ട് ഡീൽ ചെയ്യുന്ന ബന്ധങ്ങളിലൊന്നും ഏർപ്പെടാനോ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെ മാറ്റി നിർത്താനോ ആയിരിക്കും ശ്രമിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ യൂറോപ്പ് പോലും അമേരിക്ക പറഞ്ഞ കേൾക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക പറഞ്ഞത് കേട്ടുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് കട്ട് ചെയ്ത് പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. അത് വലിയ നഷ്ടം ആ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമേരിക്ക സ്വയം നാണം കെടുന്ന അവസ്ഥയിലേക്ക് പോവാണ്. ഇന്ത്യയുടെ ചബഹാർ പോർട്ടിലേക്കുള്ള ഒരു സാങ്ഷൻസ് വേവറിംഗ് എടുത്തു കളഞ്ഞതിലൂടെ ഈ വിഷയത്തിൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് വരും. അപ്പോൾ എന്തായാലും ഞാൻ കൃത്യമായിട്ടുള്ള ചില വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.